ചെമ്പനീർ പൂവിന്റെ നാളത്തെ എപ്പിസോഡിന്റെ വിശേഷങ്ങളിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഫെബിന്റെ അച്ഛൻ നല്ല ദേഷ്യത്തിലാണ്. സച്ചിൻ രേവതിയും വീട്ടിൽ വരുമ്പോഴേക്കും അവർ പറയുന്നുണ്ട്, ഫെബിന്റെ കാര്യം ഞങ്ങളോട് പറയാൻ നിൽക്കണ്ട, അവൻ ആ പെണ്ണിനെയും കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കുമായിരിക്കും എന്നൊക്കെ പറയുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, നിങ്ങൾ വിചാരിക്കുന്നത് പോലെ അവരുടെ കല്യാണമൊന്നും കഴിഞ്ഞിട്ടില്ല, അവരൊരു ഫ്രണ്ടിന്റെ വീട്ടിലാണുള്ളത്, നിങ്ങളുടെ രണ്ട് കൂട്ടരുടെയും അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ അവർ കല്യാണം കഴിക്കുള്ളൂ എന്നൊക്കെ പറയുമ്പോഴേക്കും അച്ഛനും അമ്മക്കും കുറച്ച് സമാധാനമാവുകയാണ്. മാളു വളരെ നല്ലൊരു കുട്ടിയാണെന്നും നിങ്ങളുടെ കുടുംബത്തിൽ അവളൊരു നല്ല മരുമോളായിരിക്കുമെന്നൊക്കെ രേവതി പറയുന്നുണ്ട്. അപ്പോൾ ഫെബിൻ്റെ അമ്മ പറയുന്നുണ്ട്, എനിക്ക് അവൻ്റെ സന്തോഷമോ വലുത്, അവൻ സ്നേഹിക്കുന്ന പെണ്ണിനെ കല്യാണം കഴിച്ചു കൊടുക്കാൻ എനിക്കൊരു കുഴപ്പമില്ല, പക്ഷേ ഇദ്ദേഹത്തിനായിരുന്നു എതിർപ്പ് മുഴുവൻ എന്നൊക്കെ അമ്മ പറയുന്നുണ്ട്. പക്ഷെ സച്ചി തൻ്റെ വാക് സാമർത്ഥ്യത്തിലൂടെ ഈ അച്ഛൻ്റെ എതിർപ്പൊക്കെ മാറ്റിയെടുക്കുവാണ്. സച്ചി പറയുന്നുണ്ട്, ഫെബിൻ നിങ്ങളെ അത്രത്തോളം സ്നേഹിക്കുന്നുണ്ട്, നിങ്ങളുടെ അനുഗ്രഹം ഇല്ലാതെ അവർ കല്യാണമൊന്നും കഴിക്കാനൊന്നും പോകുന്നില്ല, നിങ്ങളിപ്പോൾ ഈ കല്യാണത്തിന് സമ്മതമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ നിങ്ങളെ തേടി ഓടിയെത്തും, നിങ്ങളെ അത്രയ്ക്ക് ഇഷ്ടമാണെന്നൊക്കെ സച്ചി പറയുന്നുണ്ട്. സച്ചിയുടെ വാക് സാമർത്ഥ്യം കാണുമ്പോഴേക്കും സച്ചിയെ ഇവർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഫെബിൻ്റെ അച്ഛൻ പറയുന്നുണ്ട്, നിങ്ങൾ അവർക്ക് സ്വന്തം പോലുമല്ല, പക്ഷെ അവർക്ക് വേണ്ടി ഇത്രയധികം സംസാരിക്കുന്നു, ഈ കല്യാണത്തിന് ഇനി ഞാനായിട്ട് എതിര് നിൽക്കുന്നില്ല, എനിക്കും സമ്മതമാണെന്നൊക്കെ പറയുമ്പോഴേക്കും സച്ചിക്കും രേവതിക്കും അമ്മയ്ക്കും എല്ലാവർക്കും ഭയങ്കര സന്തോഷമാവാണ്. അപ്പോഴേക്കും നമ്മുടെ ബീരാൻ ഫെബിൻ്റെ അച്ഛൻ്റെ ഫോണിലോട്ട് വിളിക്കുവാണ്. എന്നിട്ട് പറയുന്നുണ്ട്, പെണ്ണിൻ്റെ വീട്ടിൽ വന്ന് ഞാൻ സംസാരിച്ചു, ഇവരൊക്കെ നല്ല ആൾക്കാരാ, നമുക്ക് ഈ ബന്ധം ഉറപ്പിക്കാമെന്ന് പറയുമ്പോഴേക്കും ഫെബിൻ്റെ അച്ഛനും പറയുന്നുണ്ട്, പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് രണ്ടുപേര് ഇങ്ങോട്ടേക്കും വന്നിട്ടുണ്ട്, അവരവരുടെ വാക്സാമർത്ഥ്യത്തിലൂടെ എൻ്റെ മനസ്സ് മാറ്റിക്കളഞ്ഞു എന്ന് പറയുമ്പോഴേക്കും ബീരാന് സന്തോഷമാവാണ്. അളിയൻ്റെ മനസ്സ് മാറ്റിയെന്നോ, ആരൊക്കെ പറഞ്ഞിട്ടും മാറാത്ത മനസ്സ് അവർ വന്ന് മാറ്റിയോ, അപ്പോൾ ഒരാളത്ര ചില്ലറക്കാരല്ലല്ലോ എന്നൊക്കെ പറയുമ്പോഴേക്കും ഫെബിൻ്റെ അച്ഛൻ ചിരിക്കുന്നുണ്ട്. ബീരാൻ പറയുന്നുണ്ട്, ഒരു ദിവസം നമുക്ക് എല്ലാവർക്കും കൂടി ഇങ്ങോട്ടേക്ക് വന്ന് ഈ വീട് കാണാനൊക്കെ അവർ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് വന്ന് കാണാം എന്നൊക്കെ പറയുമ്പോഴേക്കും ഫെബിൻ്റെ അച്ഛനും അത് സമ്മതിച്ചിട്ട് ഫോൺ വെക്കുവാണ്. എന്നിട്ട് സച്ചിനോട് രേവതിനോടായിട്ട് പറയുന്നുണ്ട്. എന്നിട്ട് അച്ഛൻ പറയുന്നുണ്ട്, ഇവിടെ ആങ്ങളെ ഇപ്പോൾ വിളിച്ചത്, അവർ ഈ പെണ്ണിൻ്റെ വീട്ടിൽ സംസാരിക്കാൻ വേണ്ടി പോയായിരുന്നു, നല്ല കുടുംബമാണ്, ഈ ബന്ധം ഉറപ്പിക്കാമെന്നൊക്കെയാണ് പറയുന്നതെന്ന് പറയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, ആണോ, ഞാൻ പറഞ്ഞില്ലേ അശോകനങ്ങൾ വളരെ നല്ല മനുഷ്യന്, മാളും അങ്ങനെ തന്നെയാണ്, അപ്പോൾ നമുക്ക് ഈ ബന്ധം അങ്ങോട്ട് ഉറപ്പിച്ചാലോ എന്നൊക്കെ പറയുമ്പോഴേക്കും വളരെ സന്തോഷത്തോടു കൂടെ എല്ലാവരും കൂടി അത് ഉറപ്പിക്കുവാണ്. എന്നിട്ട് സച്ചി രേവതിയും അവിടെ നിന്ന് ഇറങ്ങാൻ പോകുമ്പോഴേക്കും ഫെബിൻ്റെ അച്ഛൻ പറയുന്നുണ്ട്, ഇവളുടെ ചേട്ടൻ ഇപ്പോൾ വരും, പരിചയപ്പെട്ടിട്ട് പോകാമെന്ന് പറയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, അയ്യോ എനിക്കിപ്പോൾ തന്നെ ഒരുപാട് ട്രിപ്പിൻ്റെ കോളൊക്കെ വന്നിട്ടുണ്ട്, ഞാനൊരു കാർ ഡ്രൈവറാണ്, പോയിട്ട് കുറച്ച് പണിയുണ്ട്, വേറൊന്നും വിചാരിക്കല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. ഇനി നമ്മളെല്ലാവരും ബന്ധുക്കളാവാൻ പോവല്ലേ, നമുക്ക് പരിചയപ്പെടാൻ ഇനിയും സമയമുണ്ടല്ലേ ഒരുപാട്, ഒരു നല്ല നേരം നോക്കി നിങ്ങൾ അങ്ങോട്ടേക്ക് വാ, അപ്പോൾ നമുക്ക് എല്ലാവരെയും പരിചയപ്പെടാം എന്ന് പറഞ്ഞിട്ട് സച്ചിൻ രേവതിയും അവിടെ നിന്ന് ഇറങ്ങുവാണ്. ഏതായാലും സച്ചിനെയും രേവതിനെയും ഇവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ സുധിയുടെ ഷോപ്പിലോട്ട് ഒരു ടാറ്റു അടിക്കുന്ന ഒരാൾ വരുവാണ്. സുധിനോട് ചോദിക്കുന്നുണ്ട്, ടാറ്റു അടിച്ചു തരാം എന്നൊക്കെ പറയുമ്പോഴേക്കും സുധി പറയുന്നുണ്ട്, ഹേയ് എനിക്കൊന്നും അടിക്കണ്ട, എനിക്ക് പേടിയാന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ശ്രുതി വരുവാണ്. നമ്മുടെ ശ്രുതി പറയുന്നുണ്ട്, എനിക്കടിക്കണം, കുറേ നാളായിട്ടുള്ള എൻ്റെ ആഗ്രഹമാണെന്നൊക്കെ പറയുമ്പോഴേക്കും ശ്രുതി പിന്തിരിപ്പിക്കുന്നുണ്ട്, വേണ്ട ശ്രുതി, ടാറ്റു ഒന്നും അടിക്കണ്ട, എന്തിനാ ഈ ടാറ്റു ഒക്കെ, അവർ സൂചിയും കൊണ്ട് കുത്തും, വേദന എടുക്കും എന്നൊക്കെ പറയുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, അതൊന്നും കുഴപ്പമില്ല, എൻ്റെ ഒരുപാട് നാളത്തെ ആഗ്രഹമായി ഇത് അടിക്കണം, ഞാൻ എന്തായാലും അടിക്കാൻ പോവാണെന്നൊക്കെ പറയുവാണ്. ശ്രുതി പിന്തിരിപ്പിക്കാൻ നോക്കിയിട്ടൊന്നും ശ്രുതി പിന്തിരിയുന്നില്ലേ. അവസാനം ശ്രുതി ടാറ്റു ചെയ്യാൻ വേണ്ടി ഇരിക്കുവാണ്. ശ്രുതി പേടിച്ച് മാറി ഒളിച്ച് നിന്നൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. ശ്രുതിക്ക് സൂചി കാണുമ്പോൾ തന്നെ പേടിയാണല്ലോ. ശ്രുതി ടാറ്റു ഒക്കെ ചെയ്ത് കഴിയുമ്പോഴേക്കും പൈസയൊക്കെ കൊടുത്ത് അയാളെ വിടുന്നുണ്ട്. അപ്പോൾ ശ്രുതി ചോദിക്കും, ടാറ്റു അടിച്ചത് കാണിച്ച് ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറയുമ്പോഴേക്കും ശ്രുതി കാണിക്കുന്നില്ല കേട്ടോ. അപ്പോൾ ശ്രുതി ചോദിക്കും, എന്താ ടാറ്റു അടിച്ചത്, ദൈവത്തിൻ്റെ പേരാണോ? അപ്പോൾ ശ്രുതി പറയും അല്ല. അപ്പോൾ പറയും, എന്നാൽ പിന്നെ നിൻ്റെ അമ്മയുടെ പേരായിരിക്കും. അപ്പോൾ ശ്രുതി അല്ലെന്ന് പറയുവാണേ. അപ്പോൾ അച്ഛൻ്റെ ആയിരിക്കും എന്ന് പറയുമ്പോൾ ശ്രുതി വീണ്ടും അല്ലെന്ന് പറയുവാണ്. അപ്പോൾ ശ്രുതി പറയും, പിന്നെ ആരുടെ, എന്താ അടിച്ചതെന്നൊക്കെ പറഞ്ഞ് ചോദിക്കുമ്പോഴേക്കും ശ്രുതി തൻ്റെ കൈ നീട്ടി കാണിക്കുന്നുണ്ട്. നോക്കുമ്പോഴേക്കും നമ്മുടെ ശ്രുതിയുടെ പേര്, ശ്രുതിയുടെ കണ്ണൊക്കെ നിറയുവാണ്. എൻ്റെ പേരോ എന്നൊക്കെ പറയുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, ശ്രുതി, നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള ഒരാളുടെ പേരല്ലേ നമ്മളെപ്പോഴും ടാറ്റു ആയിട്ട് അടിക്കത്തുള്ളൂ, എനിക്ക് ഏറ്റവും ഇഷ്ടം എൻ്റെ ശ്രുതിയാണ്, ശ്രുതി എന്നും എൻ്റെ കൂടെ വേണം, ശ്രുതിനെ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണെന്നൊക്കെ പറയുമ്പോഴേക്കും ശ്രുതിക്ക് ഭയങ്കര സന്തോഷമാവാണ്. ശ്രുതി പറയുന്നുണ്ട്, നിനക്ക് എന്നെ ഇത്ര ഇഷ്ടമായിരുന്നു എന്ന് ഞാൻ ഇന്നാ ശ്രുതി മനസ്സിലാക്കുന്നത്, എനിക്കും നിന്നെ ഒരുപാട് ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞ് കെട്ടിയൊക്കെ പിടിക്കുന്നുണ്ട്. ശ്രുതിക്ക് ഒരുപാട് സന്തോഷമാവുകയാണ് ശ്രുതി ഇത് ടാറ്റു അടിക്കുമ്പോഴേക്കും തൻ്റെ പേര്. ശ്രുതിക്ക് ഭയങ്കര സന്തോഷമാവാണ്. ശ്രുതി ചന്ദ്രോദയത്തിൽ വൈകുന്നേരം എത്തുമ്പോഴേക്കും എല്ലാവരും ഹോളിൽ ഇരിക്കുമായിരിക്കുമേ. എല്ലാവരുടെയും മുമ്പിൽ ചന്ദ്രനോടായിട്ട് പറയുന്നുണ്ട്, അമ്മേ ഇന്ന് ശ്രുതി എന്താ ചെയ്തതെന്ന് അറിയുമെന്ന് ചോദിക്കുമ്പോഴേക്കും ചന്ദ്ര പറയും, ശ്രുതി എന്ത് ചെയ്തു? അപ്പോൾ ശ്രുതിയുടെ കൈ എടുത്ത് കാണിച്ചു കൊടുക്കുവാണ്. നോക്കമ്മേ ശ്രുതി എന്താ ചെയ്തതെന്ന് പറഞ്ഞ് കൈ കാണിക്കുമ്പോഴേക്കും എല്ലാവരും നോക്കുന്നുണ്ട്. അപ്പോൾ ശ്രുതി ടാറ്റു അടിച്ചതാണെന്ന് വർഷ പറയുന്നുണ്ട്. ചന്ദ്രയുടെ കണ്ണൊക്കെ നിറയുവാണ്. മോളെ ശ്രുതി, നിനക്ക് ശ്രുതിയെ എത്രയ്ക്ക് ഇഷ്ടമായിരുന്നോ? ജീവിതകാലം മുഴുവൻ അവൻ്റെ പേര് നിൻ്റെ
നിന്റെ കൂടെ ഉണ്ടാവാൻ വേണ്ടിയിട്ടല്ലേ നീ ഇത് ചെയ്തത്, വേദന എടുത്തില്ലേ മോളെ എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ടേ, വേറെ ഏതെങ്കിലും ഡിസൈനാണ് ടാറ്റു ചെയ്യുന്നതെങ്കിൽ എനിക്ക് വേദന എടുത്താനേ, പക്ഷേ ഇത് ശ്രുതിയുടെ പേരായതുകൊണ്ട് എനിക്കൊരു വേദന എടുത്തില്ല എന്ന് പറയുവാണ്. അപ്പോൾ സച്ചി അവിടെ നിന്ന് ഇടയ്ക്ക് കൗണ്ടറൊക്കെ അടിക്കുന്നുണ്ടേ, സോപ്പ് സോപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മയെ നല്ലോണം പതപ്പിച്ചു എന്നൊക്കെ പറയുന്നുണ്ടേ. അപ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട്, അവൾ വലിയൊരു കാര്യമാണ് ചെയ്തിരിക്കുന്നത്, എൻ്റെ മോനെ അത്രയ്ക്ക് ഇഷ്ടമായോണ്ടല്ലേ അവൾ അവൻ്റെ പേര് ടാറ്റു അടിച്ചെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ രേവതിയും പറയുന്നുണ്ട്, ശരിയാ, ഭയങ്കര വലിയ കാര്യമാണ് ശ്രുതി ചെയ്തിരിക്കുന്നത്, എനിക്കും ടാറ്റു അടിക്കാൻ തോന്നുന്നു എന്ന് പറയുമ്പോൾ സച്ചി പറയുന്നുണ്ട്, അയ്യോ ടാറ്റു ഒന്നും അടിക്കണ്ടേ, സ്നേഹം മനസ്സിലുണ്ടായാൽ മതി, അല്ലാതെ ഇങ്ങനെ പേരെഴുതിയൊന്നും കാണിക്കേണ്ട കാര്യമില്ല എന്നൊക്കെ സച്ചി പറയുന്നുണ്ട്. അപ്പോൾ വർഷയ്ക്ക് ടാറ്റു അടിക്കണമെന്ന് ചോദിക്കുമ്പോഴേക്കും വർഷ പറയുന്നുണ്ട്, അയ്യോ എനിക്ക് സൂചിയൊക്കെ പേടിയാണ്, എനിക്ക് വേണ്ടി ശ്രീകാന്ത് അടിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ശ്രീകാന്ത് ഇങ്ങനെ വാവിളിച്ച് നിൽക്കുന്നുണ്ടേ, എന്നിട്ട് പറയും, വർഷേ നിന്റെ പേര് എൻ്റെ ഹാർട്ടിലുണ്ട് അതുപോലെ എന്നൊക്കെ പറയുമ്പോഴേക്കും വർഷ പറയുന്നുണ്ട്, ശരി ശരി എന്ന് പറയുവാണ്. അപ്പോൾ സ്തുതി പറയുന്നുണ്ടേ, വർഷേ ആരെങ്കിലും പറഞ്ഞിട്ടല്ല നമ്മൾ ടാറ്റു അടിക്കേണ്ടത്, നമുക്കായിട്ട് തോന്നിയിട്ട് വേണം നമ്മൾ ടാറ്റു ചെയ്യാൻ. ഇപ്പോൾ ശ്രുതി കണ്ടില്ലേ, എൻ്റെ കൂടെയുള്ള സ്നേഹത്തിൻ്റെ പുറത്ത് ഞാൻ അവളോട് പറഞ്ഞിട്ടാണോ, അല്ല അവൾക്ക് എന്നെ അത്രയ്ക്ക് ഇഷ്ടമാണ് അതുകൊണ്ട് അവൾ ടാറ്റു അടിച്ചെന്ന് പറയുമ്പോഴേക്കും വർഷ പറയുന്നുണ്ടേ, ടാറ്റു അടിച്ചിട്ടല്ല സ്നേഹം കാണിക്കേണ്ടത്, സച്ചേട്ടൻ പറഞ്ഞത് വളരെ ശരിയാണ്, മനസ്സിലുണ്ടായാൽ മതി സ്നേഹം എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നും പോവാണ്. അപ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, നിങ്ങൾ അവർ പറയുന്നതൊന്നും മൈൻഡ് ചെയ്യണ്ട, അവൾക്ക് പ്രസവിക്കാനും വേദന, ടാറ്റു അടിക്കുമ്പോഴും വേദന, അവളൊന്നും താങ്ങാൻ പോകുന്നില്ല, ശരിക്കും നീ ചെയ്തത് വളരെ വലിയൊരു കാര്യമാണ് മോളെ എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതിയെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് സച്ചിൻ രേവതിയും കൂടി മാളുവിനെ അശോകൻ അങ്കിളുടെ വീട്ടിലോട്ട് കൂട്ടിക്കൊണ്ടുവരുന്നതാണ്. മാളു ഭയങ്കര ടെൻഷൻ അടിച്ചിരിക്കുവാണ്, കാറിൽ നിന്ന് ഇറങ്ങാതെ അങ്ങനെ തന്നെ ഇരിക്കുമ്പോഴേക്കും രേവതി നിർബന്ധിച്ചിറക്കുന്നുണ്ട്, വാ മോളെ, എന്തായാലും മോള് തിരിച്ചു വന്നില്ലേ, അച്ഛനും അമ്മക്കും സന്തോഷവും, വാ വീട്ടിലോട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് രേവതി മാളുവിനെയും കൂട്ടിക്കൊണ്ട് അശോകൻ അങ്കിളുടെ വീട്ടിലോട്ട് വരുവാണ്. മാളുവിനെ കാണുന്നതും അമ്മ ഒരുപാടിട്ട് തല്ലുന്നൊക്കെ ഉണ്ട്, എന്തിനാടി ഇങ്ങനെ ചെയ്തത്, എന്തൊരു നാണക്കേടായിപ്പോയി നീ ഇങ്ങനെയൊക്കെ ചെയ്തപ്പോൾ, നീ ഒരിക്കലും ഇങ്ങനെ ചെയ്യുമെന്ന് ഞങ്ങൾ ആരും വിചാരിച്ചില്ല എന്ന് പറഞ്ഞ് തല്ലിയിട്ട് ഒരുപാട് കരയുന്നുണ്ട്. മാളും കരയുന്നുണ്ട്, അശോകൻ അങ്കിളും കരയുന്നുണ്ട്, അമ്മ എന്നോട് ക്ഷമിക്കണം, എനിക്ക് ഫെബിനെ അത്രയ്ക്ക് ഇഷ്ടമാണ് അതുകൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ട് സോറിയൊക്കെ പറയുന്നുണ്ട്, അച്ഛൻ്റെ കാല് പിടിച്ച് മാപ്പൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അശോകൻ അങ്കിൾ പറയുന്നുണ്ട്, മോളെ നിൻ്റെ സന്തോഷമല്ലേ ഞങ്ങൾക്ക് വലുത്, പക്ഷെ നീ ഇങ്ങനെ ചെയ്യുമെന്ന് ഞങ്ങൾ ഒരിക്കലും വിചാരിച്ചില്ല, എന്തായാലും നിൻ്റെ സന്തോഷത്തിനൊന്നും ഞങ്ങൾ എതിര് നിൽക്കാൻ പോകുന്നില്ല എന്ന് പറയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, ഇനി കരച്ചിലൊക്കെ മതിയാക്ക്, കല്യാണത്തിനുള്ള തയ്യാറെടുപ്പുകൾ നമുക്ക് തുടങ്ങാം, ചെക്കൻ്റെ വീട്ടിലോട്ട് ഫെബിനും പോയിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. രണ്ടു കൂട്ടരും സമ്മതിച്ചത് കൊണ്ട് തന്നെ ഈ കല്യാണം നമുക്ക് ഗംഭീരമാക്കണം എന്നൊക്കെ സച്ചി പറയുന്നുണ്ട്. അപ്പോൾ അശോകൻ അങ്കിൾ പറയുന്നുണ്ട്, നിങ്ങളില്ലായിരുന്നെങ്കിൽ ഈ വിഷയം എങ്ങോട്ട് പോകുന്നു ഞങ്ങൾക്കൊരു മുൻധാരണ പോലും ഇല്ല മോനെ, എങ്ങനെയൊക്കെ ആയി തീരുമായിരുന്നു ഈ വിഷയം, വലിയൊരു പ്രശ്നമായി മാറിയാനായിരുന്നു, നാട്ടുകാർ മൊത്തം അറിഞ്ഞാനേ, ഇതിപ്പോൾ ആരും അറിയാതെ ഈ വീടിൻ്റെ ഉള്ളിൽ തന്നെ ഈ പ്രശ്നം ഒതുക്കി എൻ്റെ മോളെയും കൂട്ടിക്കൊണ്ടുവന്ന് കല്യാണം ഗംഭീരമാക്കാനാണ് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നത്, ഒരുപാട് സന്തോഷം, കല്യാണം മുന്നിൽ നിന്ന് നടത്താൻ നീ ഉണ്ടാവണം മോനെ സച്ചി എന്നൊക്കെ പറഞ്ഞ് അശോകൻ അങ്കിളെ കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ട്. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, അതൊക്കെ ഞാൻ ഏറ്റവും അങ്കിളെ, ഇനി കല്യാണത്തിനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങാം, ഏറ്റവും അടുത്ത തീയതി തന്നെ നമുക്ക് ഉറപ്പിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് സച്ചിയും രേവതിയും അവിടെ നിന്ന് ഇറങ്ങുവാണ്. അപ്പോൾ ഇതൊക്കെയാണ് ചെമ്പനീർ പൂവിൻ്റെ ഏറ്റവും പുതിയ വിശേഷങ്ങൾ. നാളത്തെ വിശേഷങ്ങളാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത്. കൂടുതൽ വിശേഷങ്ങൾ ഞാൻ എൻ്റെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി.